പി ജയരാജൻ വധശ്രമ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർക്ക് നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ പി ജയരാജൻ സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ നടപടി. നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലും സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു. 1999 ഓഗസ്റ്റ് 25 തിരുവോണ ദിവസം പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച 7 RSS പ്രവർത്തകരിൽ രണ്ടാം പ്രതി ഒഴികെ എല്ലാവരെയും ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെയാണ് പി ജയരാജൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ജസ്റ്റിസുമാരായ സുധൻസു ലുധിയ, സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. നേരത്തെ സംസ്ഥാന സർക്കാരും കേസിൽ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. കേസിൽ പി ജയരാജന്റെ ഭാര്യയാണ് പ്രധാന സാക്ഷി. തിരുവോണ നാളിൽ വീട്ടിൽ കയറിയാണ് RSSകാർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. RSS പ്രവർത്തകരായ 9 പേരായിരുന്നു കേസിലെ പ്രതികൾ. 2007 6 പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി വിചാരണ കോടതി ശിക്ഷിച്ചു. ശിക്ഷിക്കപ്പെട്ടവരുടെ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി 2024 ജനുവരിയിൽ രണ്ടാം പ്രതി ഒഴികെ എല്ലാവരെയും വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയില്ലെന്നും ചില സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി നടപടി. എന്നാൽ ഹൈക്കോടതി വിധി നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരും പിന്നാലെ പി ജയരാജനും സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പീലുകൾ ഓഗസ്റ്റ് 30 വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, ദില്ലി.